പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തെ ഒത്തിരിയേറെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും നമുക്ക് ചെയ്യാം. എന്നാൽ ഈ കൃപയുടെ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതിയുടെ മേൽ അവരെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയായിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിലിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിലിരിക്കുന്നവനല്ലേ? ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരിക്കുന്നവരാണ് നിങ്ങൾ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. സ്നേഹമുള്ളവരെ, ശിഷ്യന്മാരുടെ ഇടയിൽ നടക്കുന്ന ഒരു തർക്കത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിന് തൊട്ടു മുമ്പുള്ള വചനഭാഗം അവിടെ നമ്മൾ കാണുക അന്ത്യ അത്താഴ മേശയിലെ സംഭവങ്ങളാണ്. അപ്പവും വീഞ്ഞും കർത്താവ് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ അവിടുന്ന് അരുളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ അടുത്തിരിക്കുന്നവർ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു, എന്നാൽ അവനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് അവർക്ക് പരസ്പരം സംശയമായി അതിനെക്കുറിച്ചുള്ള ഒരു തർക്കം അവരുടെ ഇടയിൽ നടക്കുമ്പോൾ തന്നെയാണ് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊരു ചിന്തയും അവരുടെ ഇടയിലേക്ക് കടന്നു വരിക. കർത്താവ് അന്ത്യത്താഴവേളയിൽ അവരോട് പറയുന്ന കാര്യങ്ങൾ പലതും അവർക്ക് മനസ്സിലായില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. എന്താണ് ഇതിലൂടെ കർത്താവ് ഉദ്ദേശിച്ചത്? എന്ത് പറയുവാനാണ് അവിടുന്ന് ആഗ്രഹിച്ചത്? ഇതൊന്നും തിരിച്ചറിയാൻ സാധിക്കാതെ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുക. കാരണം കർത്താവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെയുള്ള ഒരു രാജ്യമായി അവർ കണക്കാക്കുകയും ഭൗതികമായ ഒത്തിരിയേറെ സമ്പത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളിൽ ആരാണോ വലിയവൻ അവനായിരിക്കും കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അതനുസരിച്ച് ഒത്തിരിയേറെ സ്വത്തുകൾ ലഭിക്കുക എന്നെല്ലാം വ്യാമോഹിക്കുന്ന ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ അന്ത്യത്താഴ വേളയിൽ കർത്താവ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ പാദശാലനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്യത്താഴ വേളയിൽ യേശുനാഥൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവരുടെ ഇടയിലേക്ക് കടന്നു വരികയും അവരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുകയും ചെയ്യുന്ന ഒരു രംഗം അവിടെ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നു. അവിടെയെല്ലാം യേശു വളരെ വ്യക്തമായി പറയുന്നത് എന്താണ്? ഭക്ഷണത്തിൽ ഇരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വലിയവൻ. എന്നാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ
ഒരു പരിചാരകനെ പോലെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു പരിചാരകനായി തീരുന്ന ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക. അപ്പോൾ യേശു തൻ്റെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചതും ആ ഒരു മനോഭാവമാണ്. ഞാൻ പരിചരിക്കുന്നവനാണ്, പരിചരണം ഏറ്റുവാങ്ങുന്നവനല്ല. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് കർത്താവ് വളരെ വ്യക്തമായി തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രിയമുള്ളവർ, ഇതെല്ലാം കേൾക്കുമ്പോഴും ശിഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയും ശിഷ്യന്മാരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് തങ്ങളിൽ ആരാണ് വലിയവൻ, തങ്ങളിൽ ആർക്കാണ് കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുക. അതുകൊണ്ട് തന്നെയല്ലേ സബദീപുത്രന്മാരുടെ അമ്മയും യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്, നിന്റെ രാജ്യത്തിൽ എൻ്റെ മക്കൾ ഒരുവൻ വലതുവശത്തും അടുത്തിയാൽ ഇടതുവശത്തും ഇരിക്കുവാനുള്ള അനുവാദം കൊടുക്കണമേ. അവരെല്ലാം ഇതുപോലെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യേശുനാഥൻ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു കൊടുത്തത്. ഭക്ഷണമേശയിൽ ഭക്ഷണത്തിൽ ഇരിക്കുന്നവനോ അതോ പരിചരിക്കുന്നവനോ ആരാണ് വലുത്? ഭക്ഷണത്തിലിരിക്കുന്നവനാണ് വലിയവൻ എന്ന് പറയുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ ഭക്ഷണത്തിലിരിക്കുന്നവരല്ല, നിങ്ങളെ പരിചരിക്കുന്ന ഒരുവനാണ്. പ്രിയമുള്ളവരെ, ഇത് അംഗീകരിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെക്കുറിച്ചാണ് പിന്നീട് കർത്താവ് അവരോട് പറഞ്ഞു കൊടുക്കുക. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രയെന്ന്. ഇത് കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് നൽകാൻ പോകുന്ന സമ്മാനങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ പ്രിയ ശിഷ്യരായിട്ട് മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് കൂടിയാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ കർത്താവ് പറയുക. നമ്മളെല്ലാവരും ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പരിചരിക്കുവാൻ വേണ്ടിയാണ്, അല്ലാതെ പരിചരണം ഏറ്റുവാങ്ങുവാൻ വേണ്ടിയല്ല. നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു മനോഭാവമാണ് ഏറ്റെടുക്കേണ്ടത്. എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എപ്രകാരം എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും, അവരുടെ ജീവിതാവസ്ഥകളെ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിന് ആവശ്യമായത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുക. അതിനുള്ള ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. കർത്താവിൻ്റെ കരുണയുടെ മുഖമായി മാറാനുള്ള ഒത്തിരിയേറെ അവസരങ്ങൾ. എന്നാൽ പല അവസരങ്ങളിലും മനഃപൂർവ്വം അതെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ല, ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, എന്ത് നേട്ടമാണ് ഇതിലൂടെ എനിക്ക് കടന്നു വരാൻ പോവുക? അങ്ങനെയുള്ള മനോഭാവത്തോടുകൂടി കർത്താവിൻ്റെ കരുണയുടെ മുഖമായി മാറാനുള്ള അവസരങ്ങൾ നമ്മൾ തട്ടിത്തെറിപ്പിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു മനോഭാവമല്ല, മറിച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി സേവനം ചെയ്യുന്നവരായിട്ട് നമ്മൾ ഒരിക്കലും മാറണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുക. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തുവാൻ നമുക്ക് സാധിക്കണം. ഒരു വ്യക്തിയെ സഹായിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും അവൻ വേദനിച്ചിരിക്കുമ്പോൾ അവന് ആശ്വാസം പകരുമ്പോഴും അവൻ്റെ വേദനകളെ നമ്മുടേതാക്കി മാറ്റുമ്പോഴും എല്ലാം നമുക്ക് ഉണ്ടാകേണ്ട മനോഭാവം, ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല, മറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ പേരല്ല വാഴ്ത്തപ്പെടേണ്ടത്, മറിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ നാമമാണ് ലോകമെമ്പാടും വാഴ്ത്തപ്പെടേണ്ട നാമം. ആ ഒരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ നേട്ടമല്ല, മറിച്ച് കർത്താവിൻ്റെ നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും. കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒരുപക്ഷെ ഒത്തിരിയേറെ വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒത്തിരിയേറെ മങ്ങലേൽക്കേണ്ടതായിട്ട് വന്നേക്കാം. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല.
അവിടെയെല്ലാം തളർന്നു പോകാതെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്? നമ്മൾ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുന്നവരായിട്ട് മാറുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിനുള്ള ഒരു വിളിയാണ് നിങ്ങൾക്കെല്ലാം ഞാൻ നൽകിയിരിക്കുന്നത് എന്ന ബോധ്യം കർത്താവ് അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശിഷ്യരാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ആ ഒരു മനോഭാവം വളർത്തിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. തൻ്റെ ശിഷ്യന്മാരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ കർത്താവിനറിയാം പിന്നീട് അവരുടെ ജീവിതത്തിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ആ ഒരു ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അകമറിഞ്ഞ് ഒരു സഹായമായ കർത്താവ് മാറുക. ഏതെല്ലാം ആപത്തുകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും അവിടെയെല്ലാം കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. അതുമല്ല, പതറിപ്പോകുന്ന നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം കരകയറ്റുവാൻ വേണ്ടി സഹായകനായ പരിശുദ്ധാത്മാവിനെ പോലും അവർക്കായി വാഗ്ദാനം ചെയ്തു. തൻ്റെ മരണത്തിന് ശേഷവും അവർക്ക് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതാണ്. ഈ ലോകത്തിൽ എന്നെ പ്രതി ഒത്തിരിയേറെ പീഡകൾ അവർ ഏറ്റുവാങ്ങേണ്ടി വരും എന്നെല്ലാം അറിയാവുന്നതുകൊണ്ട് അതിനെയെല്ലാം സ്വീകരിക്കുവാനും അതിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും വേണ്ട എല്ലാ ശക്തിയും കർത്താവ് അവർക്ക് പ്രദാനം ചെയ്തു എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിരുന്നു. കാൽവരി മലയിൽ തനിക്ക് ഏറ്റവും പ്രിയമുള്ള തൻ്റെ ശിഷ്യനെ വിളിച്ചുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് തൻ്റെ അമ്മയെ അവൻ്റെ അമ്മയായി നൽകുമ്പോൾ അതിലൂടെ തൻ്റെ ശിഷ്യഗണത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം നൽകിയത്. ആ അമ്മയുടെ സാന്നിധ്യം തീർച്ചയായും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയൊരു ധൈര്യമായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വേദനിച്ച് നിൽക്കുന്ന നിമിഷങ്ങളിൽ, ഒരു ശരിയായ തീരുമാനം പോലും എടുക്കാൻ സാധിക്കാതെ വിഷമിച്ച് നിൽക്കുന്ന നിമിഷങ്ങളിൽ, അല്ലെങ്കിൽ പകച്ചു പോയ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവർക്ക് ഒത്തിരിയേറെ ശക്തി പകർന്നിട്ടുണ്ട്. യഹൂദരെ ഭയന്ന് ഒരു മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കുമ്പോഴും അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കി നൽകിയതാണ്. എന്തിനു വേണ്ടി? മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ നാമവും പേറിക്കൊണ്ട് ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ട ഒരു സമ്മാനമായിട്ടാണ് ഇതെല്ലാം കർത്താവ് അവർക്ക് നൽകുന്നത്. തൻ്റെ രാജ്യത്തിൽ തൻ്റെ മേശയുടെ ഇടതും വലതും ഇരിക്കുവാനുള്ള അവകാശം അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഇത് എന്തിലൂടെയാണ് നിങ്ങൾ കൈവരിക്കാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ കർത്താവ് അവരോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ എപ്രകാരമാണ് കർത്താവിൻ്റെ ശിഷ്യർ എന്ന ആ ഒരു സ്ഥാനം നമ്മൾ വഹിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഒരു ശുശ്രൂഷ മനോഭാവമാണോ നമ്മൾ പുലർത്തുന്നത്? അതോ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? പല അവസരങ്ങളിലും സ്വന്തം അയൽക്കാരെ പോലും മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? എങ്കിൽ കർത്താവിൻ്റെ സന്നിധി മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ മുഖമായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിൻ്റെ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഒരു ശുശ്രൂഷകനായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച അനുഗ്രഹിച്ച നല്ലവരായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. തുടർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവിനോട് ഒപ്പമായിരിക്കുവാനും നമുക്ക് കർത്താവിനോട് കൃപയാചിക്കാം. യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതുപോലും അവനോടൊപ്പമായിരിക്കുവാൻ വേണ്ടിയാണ്. കർത്താവേ, നിരന്തരം അങ്ങയോടൊപ്പമായിരിക്കുവാൻ വേണ്ട കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആരാണ് വലിയവൻ എന്ന് അന്വേഷിക്കാതെ എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് അന്വേഷിക്കുവാനും അങ്ങയെപ്പോലെ ശുശ്രൂഷ മനോഭാവത്തോടെ ഈ ലോകത്തിൽ വർദ്ധിക്കുവാനും കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിലല്ല, മറിച്ച് ഞങ്ങളിലൂടെ എപ്രകാരമാണ് അങ്ങയെ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങൾ അന്വേഷിക്കേണ്ടത്. ആ ഒരു ബോധ്യത്തിലൂടെ നിരന്തരം അങ്ങയെ പേറിക്കൊണ്ട് നടക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം.
ഹല്ലേലൂയ 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 യേശു 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 യേശു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.